കടലിന്റെ അഗാധത്തിൽ ആ മഹാമത്സ്യത്തിന്റെ ഉള്ളിലായിരിക്കെ യോനായ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആരെയും എവിടെയും ഏതു സമയത്തും രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ വലിയ സത്യം. മഹാസമുദ്രത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന തന്റെ ദാസന്റെ അവസ്ഥ ദൈവം കണ്ടു. അവിടെ നിന്ന് പോലും അവനെ രക്ഷിക്കുന്നത് ദൈവത്തിനൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു മനുഷ്യനെ യാതൊരാപത്തുമില്ലാതെ 3 രാവും 3 പകലും ജീവനോടെ കാക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ശ്വാസം കൈവശമുള്ളവനാണ് ദൈവം എന്ന് എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിനും നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്കതിന് നന്ദിയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ദുരിതത്തെയും കഷ്ടപ്പാടുകളെയും അഭിമുഖീകരിക്കുന്നവരാണ് നാം എല്ലാവരും. മത്സ്യത്തിന്റെ ഉദരത്തിൽ കുടുങ്ങിയ യോനായുടെ പ്രാർത്ഥന ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു യോനായെ പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം അനുവദിച്ചത്. നമ്മുടെ വിഷമാവസ്ഥയിലും യോനാ പ്രവാചകന്റെ ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാവുന്നതാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള യോനയുടെ പ്രാർത്ഥന. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു. ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. പായൽ എൻ്റെ തല വരിഞ്ഞു മുറുകിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ.